എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റി അവളുടെ ഭാവി പോയി എന്നൊക്കെ. പക്ഷേ അവരുടെയൊക്കെ മുന്നിൽ ജയിച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോഗ്രാഫിയിലോട്ടൊക്കെ. ഈ 6 വയസ്സുള്ളപ്പോൾ 2011 സംഭവം നടക്കുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ഒറ്റപ്പെടലൊക്കെ നേരിട്ടിരുന്നു. ഒരുപാട് വിഷമമൊക്കെ ആയി. ഇങ്ങനെ ആരും കൂട്ടത്തിൽ കൂട്ടാതെയൊക്കെ അവസ്ഥയൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ അതിനോട് പൊരുത്തപ്പെടുകയാണ് ചെയ്തത്. അമ്മയുടെ മാല പണയം വെച്ചിട്ടാണ് ഫസ്റ്റ് ക്യാമറ വാങ്ങണത്. 9 മാസത്തിനുള്ളിൽ ഞാൻ എന്നിട്ട് മാല തിരിച്ചെടുക്കാൻ പറ്റി. എനിക്ക് വർക്കൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ട്. ഫീമെയിൽ ഫോട്ടോഗ്രാഫർ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അതിനൊപ്പം പോകാനാണ് എനിക്കിഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പേര് പത്മപ്രിയ. എനിക്ക് 19 വയസ്സാണ്. ഞാനിപ്പോൾ BCom ടാക്സേഷൻ പഠിക്കുന്നു. കൊച്ചിയിൽ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിന് തെരുവുനായാക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് എൻ്റെ വലത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. പിന്നീടാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയിലോട്ടൊരു ആഗ്രഹം തോന്നിയും ഞാൻ ഫോട്ടോഗ്രാഫിയിലോട്ട് വരികയും ചെയ്തത്. എനിക്ക് ആദ്യം പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കണ്ണിന് പ്രശ്നമുള്ളതുകൊണ്ട് പൈലറ്റ് ആവാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫോട്ടോഗ്രാഫി ആയിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവണമെന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാവരും വ്യൂ ഫൈൻഡറിലോട്ട് നോക്കണത് ഒരു കണ്ണ് അടച്ചുപിടിച്ചിട്ടാണ്. എനിക്കിങ്ങനെ അടച്ചുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറങ്ങി വരുന്നത്. ഞാൻ മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ചങ്ങനെ നീങ്ങിയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ തെരുവുനായ ഓടി വന്ന് എന്നെ ആക്രമിക്കണത്. ഞാൻ ചെറുതായതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്നെ മലത്തിയിട്ടിട്ട് കണ്ണിന് കടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കൺപോളയൊക്കെ പറിച്ചെടുത്ത് ഇവിടെ ഇങ്ങനെ കിടക്കണേന്ന് ഫുള്ള് ചോരയിലൊക്കെ കുളിച്ച് നിന്നിട്ട് ഫസ്റ്റ് പറൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ 2 പ്ലാസ്റ്റിക് സർജറിയും പിന്നെ 4 ഓപ്പറേഷനൊക്കെ ചെയ്ത് 6 സർജറികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ കാഴ്ച തിരിച്ചെടുക്കാൻ പറ്റിയില്ല. ഒപ്റ്റിക് നെർവ് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് കണ്ണിന് ഇപ്പോൾ കാഴ്ചയില്ല. ഒരു വലത്തെ കണ്ണ് കാണാൻ പറ്റില്ല. പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ കരയൊക്കെ ചെയ്യുമായിരുന്നു. കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന രീതിയിലായത്. ചെറിയ കുട്ടിയായതിന് ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷേ ഇപ്പം പട്ടിനെ കാണുമ്പോൾ പേടിയാണ്. എന്നാലും പഴയ പോലെ ഒന്നും കുഴപ്പമില്ല. ഇനി 2 സർജറിയും കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇതിനോട് പൊരുത്തപ്പെട്ടിനി. ഇപ്പോൾ ഇങ്ങനെ കാഴ്ച എന്തായാലും കിട്ടൂല. ഒരു സർജറികൾ കൊണ്ടൊന്നും കാഴ്ച കിട്ടൂല. പിന്നെ വലത്തെ കണ്ണ് ഇടത്തെ കണ്ണും ഒരേപോലെ ആക്കിത്തരാമെന്നാണ് പറയണത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇനിയുള്ളത്. അതിനെനിക്ക് താല്പര്യമില്ല വെറുതെ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1 വർഷത്തോളം എനിക്ക് ക്ലാസ്സിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. ഫുള്ള് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓപ്പറേഷൻ ടൈമിലൊക്കെ ക്ലാസ് പോവാതിരിക്കാറുണ്ട്. 1 വർഷത്തോളം ഫുള്ളായിട്ട് ഞാൻ പോവാതിരുന്നു. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഇത് സംഭവിച്ചു. അപ്പോൾ അവർ എൻ്റെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിയൊക്കെ ആയിരുന്നു. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര വികൃതമായിട്ടൊക്കെ ഇരിക്കണം. ആരും അടുത്ത് കൂട്ടുകൂടാനൊന്നും വരില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. വഴി കൂടെ പോകുമ്പോൾ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അമ്മേനോട് പറഞ്ഞു എനിക്ക് പഠിക്കാൻ പോകാനൊന്നും ഇഷ്ടമില്ല, എല്ലാവരും ഇങ്ങനെ കളിയാക്കണമെന്ന്. അപ്പം അമ്മ പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട, കുറച്ചാളഞ്ഞല്ല ശരിയാവുമെന്ന്. ഒരുപാട് വിഷമമൊക്കെ ആയി. ഇങ്ങനെ ആരും കൂട്ടത്തിൽ കൂട്ടാതെയൊക്കെ അവസ്ഥയൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ അതിനോട് പൊരുത്തപ്പെടുകയാണ് ചെയ്തത്. അച്ഛനമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇങ്ങനെ ഫോട്ടോഗ്രാഫിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലണം, എനിക്ക് ഫോട്ടോഗ്രാഫിയാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ പഠിത്തത്തിലൊരു ഉറപ്പ് വരുത്തരുത്, പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഫോട്ടോഗ്രാഫി കൂടെ ഒപ്പം കൊണ്ടുപോകുന്ന രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർക്കിനൊക്കെ പോകുമ്പോഴായാലും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഒരു ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ട ഒരാളല്ല, സമൂഹത്തിന് മുന്നിലോട്ട് ഇറങ്ങി ചെല്ലണം എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് വീട്ടുകാർക്കും. ഇതുവരെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. വർക്കിന് പോകണ രീതി എന്തിനായാലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിന്നിട്ടേ ഉള്ളൂ. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. ഇപ്പോൾ വിദ്യയാണെന്ന് പറഞ്ഞാൽ എനിക്ക് മാറി നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നെ കളിയാക്കിയവരുടെ എന്നെ പുച്ഛിച്ചവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കണമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാനിങ്ങനെ ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറങ്ങിയും. പക്ഷേ ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറങ്ങിയാൽ ഇത്രയും വലിയൊരു സക്സസ്ഫുള്ളായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചൊന്നുമില്ല. അത്യാവശ്യം വർക്കൊക്കെ എടുത്ത് ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇത്രയൊക്കെ ഇതിലോട്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസൊക്കെ ഇട്ട് ഒരു പ്രീമിയം വെഡ്ഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പുതിയ ക്യാമറ എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങണം.